ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 18-ാം ദിവസമായ ഇന്ന് അല്പനേര ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ചിന്താവിഷയം വിനയം. ഫലഭൂഷ്ടമായ ഭൂമി എന്ന ലേറ്റൻ ഭാഷയിൽ നിന്നാണ് വിനയം എന്ന പദത്തിനർത്ഥം. എന്നാൽ വിനയം, താഴ്മ, എളിമ, ലാളിത്യം എന്നൊക്കെ മലയാളം പദത്തിന് അർത്ഥമുണ്ട്. വിനയം ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. വിനയം വിജയത്തിലേക്കുള്ള വഴിയാണ്. വിനയത്തെ നമുക്ക് 3 രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ഒന്നാമതായി, വിനയം ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ നേടുമ്പോൾ നാം അവിടെ വിനയമുള്ളവരായി മാറാറുണ്ട്. വിനയത്തിൻ്റെ വിപരീതമാണ് അഹങ്കാരം. അഹങ്കാരത്തിന് ദാരുണമായ അധപതനമാണ് ഉസിയാവിന് സംഭവിച്ചത്. അവസാനം കുഷ്ഠരോഗിയായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ആത്മീയ ജീവിതത്തിൻ്റെ ഉറവയാണ് വിനയമെന്ന് നാം സ്വയം തിരിച്ചറിയണം. വിനയത്തിന് ഉള്ളിലെ കുപ്പായം ധരിച്ചതുകൊണ്ട് ഉയർച്ച ഉണ്ടാവില്ല. നമ്മുടെ വിനയഭാവങ്ങൾ കണ്ട് ക്രിസ്തു ആശ്ചര്യപ്പെടേണ്ടതായുണ്ട്. രണ്ടാമതായി, വിനയം വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. ലൂക്കോസ് 7:44 പറയുന്നു, പരിശുദ്ധനായ ശീമോന്റെ ഭവനത്തിൽ പാപിയായ ഒരു സ്ത്രീ വന്ന് കരഞ്ഞു. യേശുവിൻ്റെ കാൽ തുടയ്ക്കാൻ വേണ്ടുന്ന കണ്ണുനീർ അവർക്കുണ്ടായിരുന്നു. ശീമോൻ കർത്താവിൻ്റെ കാൽ തുടയ്ക്കാൻ തുണി നൽകിയില്ല. എന്നാൽ അവൾ തൻ്റെ തലമുടി കൊണ്ട് യേശുവിൻ്റെ കാൽ തുടച്ചു, പരിമള തൈലം പൂശി. ആ വിനയമാണ് അവളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. മൂന്നാമതായി, വിനയം ദൈവകൃപയാണ്. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാണ്. എന്നാൽ പത്രോസിൻ്റെ വാക്കുകളിൽ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്രകാരം ജീവിക്കുവാൻ നമ്മെ ഏവരെയും ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.